അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഈ പാകത്തിലേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവുക. ഇത്രയും ദിവസം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി. അതിന് നമ്മളെടുത്താണ് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു 3-4 മുളക്, പച്ചമുളക് ചതച്ചെടുത്തത്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ. ബീഫ് ഫ്രൈ, പന്നി ഫ്രൈ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിന് ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമാണത്. ഞാനിവിടെ എടുത്തേക്കണത് ഒരു 3 കിലോ ചിക്കൻ കഴുകി വാരി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കല്ലുപ്പാണ് ചേർത്തണത്, പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അടുപ്പത്തേക്ക് കയറ്റിച്ച് ചൂടാക്കുക. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഓരോരോ പൊടി ഐറ്റംസും ഇതിൻ്റെ ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മളിത് വേവണേൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് ഇട്ട് കൊടുത്ത് ലാസ്റ്റ് വരെ ഇട്ട് കൊടുത്തത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും കണ്ടോളൂ. അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ട പൊടി 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കൂടുതലാവരുത്. മല്ലിപ്പൊടി കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈക്ക് ഒരു കുത്തു വരും. 1 സ്പൂൺ മസാലപ്പൊടി. ഇത്രയും സാധനം നമ്മൾ കണ്ടോ, പൊടി നന്നായിട്ട് വറുത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതൊരു പിഞ്ഞാണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നേരെ ഇച്ചിരി ലേശം ചിക്കൻ മസാലയും ചേർത്ത് നമ്മൾ ചിക്കനിലേക്ക് തിളച്ച് വന്നു കഴിയുമ്പോൾ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും. ചിക്കൻ ഭംഗിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല. അത് കാരണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചാൽ അതായത് ചിക്കൻ മസാല മുകളിലിട്ടുണ്ട്. ചിക്കൻ മസാല വറുത്തെടുക്കണതാണ്. അത് കാരണം കൊണ്ടാണ് അത് ചെയ്യാത്തത്. ഈ സാധനം പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. അവിടെ കിടക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യം മുളക് പൊടി ചൂടാക്കിയ പാത്രം ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണയ്ക്ക് കിടക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ മസാല ചൂടാക്കിയ പാത്രത്തിലേക്കാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച്. ഇതിൻ്റെ അകത്ത് 2 ചുവന്ന മുളക്, ഇഞ്ചി ചതച്ചിട്ടാണ്, വെളുത്തുള്ളി, 3 സവാള അതങ്ങിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് ചുവന്നുണ്ട്. അതുവരെ ഞാൻ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് സാധനം മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റോടെ അങ്ങ് മൂത്ത് നല്ല ചുകചുകാന്ന് എല്ലാം വന്നു കഴിയുമ്പോൾ നമ്മളെടുത്ത് അതിൻ്റെ അകത്തേക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ചിക്കനിലേക്ക് ചേർത്ത് വെള്ളം പറ്റിച്ച് എല്ലാം അങ്ങനെ ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ അകത്ത് കുറച്ച് സാധനം കൂടെ ചേർത്ത് ലാസ്റ്റ് ശരിക്കും മൂത്തു കേട്ടോ. നമ്മുടെ ഇത് ശരിക്കും മൂത്തു. ഇനി അതിൻ്റെ അകത്തേക്ക് ചേർക്കട്ടെ. ഓക്കെ, ചിക്കനിലേക്ക് വറുത്ത് വെച്ചാൽ ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ കഴിക്കുക. ചിക്കനൊക്കെ നന്നായിട്ട് വെന്നുന്നുണ്ട്. ഒരുപാട് വെന്ത് പൊടിഞ്ഞു പോകരുത്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് അടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ഫ്രൈ ആയിട്ട് ഇതിൻ്റെ അധികം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് നല്ല ചിക്കൻ മസാല. ഇതെല്ലാം ഒരു 10 രൂപയുടെ പാക്കറ്റ്. അതിൻ്റെ അകത്ത് ഒരു പകുതി അങ്ങ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ പാകത്തിലേക്ക് വന്നോട്ടോ. ഇങ്ങനെ വെള്ളം പറ്റാണ്ട് ഇടയ്ക്ക് പതുക്കെ ഒന്ന് അനക്കി കൊടുക്കണം. അപ്പോൾ വെള്ളം പറ്റി വരും. വെള്ളം ചേർത്തേക്കണ വെള്ളമല്ല, ചിക്കനിൽ ഉണ്ടാകുന്ന വെള്ളമാണ്. അപ്പോൾ നല്ല കളറൊക്കെ മാറി നല്ല സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വെള്ളം പറ്റി ഇത് ശരിക്കും ഫ്രൈ ആവും. ഇതിനകത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കണം. ചീമ്പി. എനിക്ക് ബട്ടർ ഒരു സ്ഥലത്തൊന്നും കിട്ടിയില്ല. അത് കാരണം ഞാൻ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല
നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്നു. വെള്ളം പറ്റിയായിട്ട് വരുമ്പോൾ നമ്മളത് ഒരു പാക്കറ്റ് അതൊന്ന് ഈ ബട്ടറാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ബട്ടർ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ സാധനം ഇതിൻ്റെ അതിൽ ചുറ്റും ഒഴിച്ചു കൊടുക്കും. അതിന് ചെറിയ കനലിലിട്ട് വെള്ളം പറ്റിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ചിക്കൻ്റെ അത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നെയ്യൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ നല്ല അടിപൊളി രുചിയാണ്. ഞങ്ങൾ രുചിയൊക്കെ നോക്കി, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഇതെല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി വെക്കാം മസ്റ്റായിട്ട്. വളരെ എളുപ്പത്തിൽ ഈ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചിക്കൻ ഫ്രൈ ആണ്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഈ പാകത്തിലേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക.